ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നൊക്കെയുള്ള നിലയിൽ യെച്ചൂരി എന്തായിരുന്നു ഇന്ത്യൻ ഇടതുപക്ഷത്തിന് താങ്കളുടെ കാഴ്ചപ്പാട്? ഞാൻ തലശ്ശേരി ബ്രണ്ണൻ കോളേജ് ചെയർമാൻ ആയിരിക്കുന്ന സമയത്താണ് അദ്ദേഹം JNUവിന്റെ ചെയർമാനാകുന്നത്. ആ സമയത്താണ് ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ടത്. പിന്നെ 1979 SFIയുടെ സംസ്ഥാന സെക്രട്ടറി, അതുപോലെ തന്നെ പ്രസിഡന്റ്, ലോകസഭാ മെമ്പർ, ഈ ഘട്ടത്തിലാണ് ഡൽഹിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ പരിചയപ്പെടാനും അദ്ദേഹത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 46 വർഷത്തെ ബന്ധമാണ് സഖാവ് സീതാറാമുമായി എൻ്റെ വ്യക്തി പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി നിലനിർത്താൻ കഴിഞ്ഞത്. ഞാൻ അദ്ദേഹത്തിന്റെ ഏറ്റവും കഴിവ് മനസ്സിലാക്കിയത് 1992 14ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ചെന്നൈയിൽ ചേർന്ന അഖിലേന്ത്യാ സമ്മേളനത്തിൽ അദ്ദേഹം അവതരിപ്പിച്ച ഒരു പ്രമേയം ഉണ്ടായിരുന്നു. സർട്ടൻ ഐഡിയോളജിക്കൽ ഇഷ്യൂസ്, അതായത് പ്രത്യയശാസ്ത്ര രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച ഒരു രേഖ അദ്ദേഹം അവതരിപ്പിച്ചു. അന്ന് സോവിയറ്റ് റഷ്യയും അനുബന്ധ സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളും നിലംപൊത്തിയ ഒരു കാലഘട്ടമായി. ആ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ അവതരണവും ഓരോ വാക്കുകളും അദ്ദേഹം ഉച്ചരിച്ചത്, ആ പ്രമേയത്തിന്റെ ഉള്ളടക്കം പ്രതിനിധികളെ ബോധ്യപ്പെടുത്തുന്നതിനും അദ്ദേഹം ഉപയോഗിച്ച ശൈലിയും പ്രയോഗങ്ങളും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. അതായത് നിരാശയിലായ, പ്രതീക്ഷയില്ലാത്ത ഒരു സമൂഹത്തെ എന്ന് പറഞ്ഞ കേഡർമാരെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സർവദേശീയ രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നിരാശയിലാകേണ്ടതില്ല. ഇത് സോഷ്യലിസത്തിന്റെയോ കമ്മ്യൂണിസത്തിന്റെയോ മാർക്സിസം ലെനിനിസത്തിന്റെയോ പരാജയമല്ല, പ്രത്യയശാസ്ത്രത്തിന്റെ പരാജയമല്ല. ലോകമുള്ളിടത്തോളം കാലം, അതായത് മുതലാളിത്തമുള്ളിടത്തോളം കാലം, സാമ്രാജ്യത്വമുള്ളിടത്തോളം കാലം, ചൂഷണമുള്ളിടത്തോളം കാലം മാർക്സിസം ജീവനോടെ നിലനിൽക്കും. തൊഴിലാളി വർഗ പ്രസ്ഥാനം നിലനിൽക്കുന്നിടത്തോളം കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കും. മാർക്സിസത്തിന് പ്രസക്തി നഷ്ടപ്പെടില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു രേഖയായിരുന്നു അദ്ദേഹം അവതരിപ്പിച്ചത്. യഥാർത്ഥത്തിൽ പ്രതിനിധികളും അതുപോലെ തന്നെ അന്ന് പാർട്ടിയുടെ നേതാക്കന്മാരെന്ന് പറയുന്നത് PTRനെ പോലുള്ള, അതുപോലെ തന്നെ EMSനെ പോലുള്ള, സത്തവുവിനെ പോലുള്ള ആൾക്കാരുടെ ശൈലിയിലാണ് ഇത് അവതരിപ്പിക്കുന്നത്. അപ്പൊ അത്ഭുതപ്പെടുന്ന ഒരു അവതരണമായിരുന്നു അദ്ദേഹത്തിന്റെ. അതുപോലെ തന്നെ ലോകസഭയിൽ അദ്ദേഹത്തിന്റെ പ്രകടനം, അതൊന്നും ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. ഈ അവസാനം നിയമപരമായി അദ്ദേഹം രാജ്യത്തിന് നൽകിയിട്ടുള്ള കുറെ സംഭാവനകൾ സുപ്രീം കോടതിയിൽ ഇടപെട്ടു. അതിൽ അവസാനത്തതാണ് ഇലക്ടറൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തിലെ കൊള്ളക്കാർ, കരിഞ്ചന്തക്കാർ, പൂഴ്ത്തിവെപ്പുകാർ, കള്ളപ്പണക്കാർ, കോർപ്പറേറ്റുകൾ, ഇവരുടെ കയ്യിലുള്ള പണം പൈസാക്കി അവർക്ക് ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുന്നതായിരുന്നല്ലോ ഇലക്ടറൽ ബോണ്ട് നിയമം. സുപ്രീം കോടതിയിൽ അദ്ദേഹം നടത്തിയ നിയമ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് അത് ഇല്ലാതാക്കാൻ. അങ്ങനെ ഒരുപാട് തലങ്ങളിൽ അടയാളപ്പെടുത്തപ്പെടേണ്ട നേതാവാണ്. ഒരുപാട് തലങ്ങളിൽ തീർച്ചയായും. വളരെ നന്ദി ശ്രീ കെ ബാലൻ സംസാരിച്ചതിന്.